നമസ്കാരം. ഇന്ന് ഇതുവരെയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കുവാനായി സോനാജരി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. SDP നേതാവ് ഷാൻ വധക്കേസിൽ ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയ പ്രതികൾ പഴനിയിൽ പിടിയിലായി. വിഷ്ണു, അഭിമന്യു, സാനന്ദ്, അതുൽ, ധനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മണ്ണഞ്ചേരി സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. മനീഷ് മഹിവാലുണ്ട് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, വിവരങ്ങൾ. ഗോകുൽ, കഴിഞ്ഞ മാസമാണ് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഇവരുടെ ജാമ്യം നിഷേധിച്ചത്. പിന്നീട് ഇവർ ഒളിവിൽ പോയി. ഇവരോട് കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് കോടതി അറിയിച്ചെങ്കിലും ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഇവർ ആലപ്പുഴയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് ആയിരുന്നു. അങ്ങനെ ഇവരെ രക്ഷിക്കാൻ സഹായിച്ചതിന് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ BJP RSS പ്രവർത്തകർ ആയിട്ടുള്ള 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുണ്ട്. പിന്നീട് ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിച്ചു. അങ്ങനെ മണ്ണഞ്ചേരി CI ടോൾസൺ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസമാണ് അതീവ രഹസ്യമായി ഇവർ തമിഴ്നാട്ടിലുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പഴനിയിലേക്ക് പോയത്. അവിടെ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള ഒരു മാഫിയ, അവിടെ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ഇവർ ആഴ്ചകളായി ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന വിവരമായിരുന്നു പോലീസിന് ലഭിച്ചത്. അതിസാഹസികമായിട്ടാണ് പ്രതികളെ, ഈ ലോഡ്ജിനകത്ത് താമസിക്കുന്ന പ്രതികളെ അവിടെ കയറി പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇവർ ഭക്ഷണം കഴിക്കാൻ ഇന്ന് രാവിലെ പോയ സമയത്ത് ഇവരെ വിദഗ്ധമായി ആലപ്പുഴയിൽ നിന്നുള്ള മണ്ണഞ്ചേരിയിൽ നിന്നുള്ള പോലീസ് സംഘം പിടികൂടി എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അതായത് പിടിയിലായിട്ടുള്ള പ്രതികൾ ഇവരൊക്കെയാണ്. 2 മുതൽ 6 വരെയുള്ള പ്രതികളായിട്ടുള്ള വിഷ്ണു, അഭിമന്യു, സാനന്ദ്, അതുൽ, ധനീഷ് എന്നിവരെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. ജാമ്യം റദ്ദാക്കിയത് ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇവർക്കെതിരെ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി പിന്നീട് ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിനാൽ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചത് ഞാൻ സൂചിപ്പിച്ചതുപോലെ 6 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് പിന്നീട് വിട്ടയച്ചത്. ഗോകുൽ. ശരി, മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. SDP നേതാവ് ഷാൻ വധക്കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട പ്രതികളാണ്. ഒളിവിലായിരുന്നു. അവരെ 5 പേരെ ഇപ്പോൾ തമിഴ്നാട്ടിൽ പഴനിക്കടുത്ത് നിന്നാണ് ആലപ്പുഴയിൽ പോലീസ് പിടികൂടിയത്. തമിഴ്നാട് വിഴുപ്പുറത്ത് സ്കൂളിലെ അഴുക്കുചാലിൽ വീണ് 3.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ലിയ ലക്ഷ്മി സെൻ ആണ് മരിച്ചത്. കളിക്കുന്നതിനിടെ കുട്ടി അഴുക്കുചാലിൽ വീഴുകയായിരുന്നു. എന്നാൽ മരണവിവരം സ്കൂൾ അധികൃതർ മറച്ചുവെക്കാൻ ശ്രമിച്ചതായി നാട്ടുകാർ ആരോപിച്ചു. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റഹീസ്, അധികൃതരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപം ഭയന്നാണോ ഇവർ ഈ വിവരം മറച്ചു വെച്ചത്? എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഗോകുൽ, തീർച്ചയായും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാനാകും. ഒപ്പം തന്നെ അവർ ഈ മരണവിവരം മറച്ചു വെച്ചു എന്നുള്ള തരത്തിൽ ആരോപണം ഉയരുന്നുമുണ്ട്. ആദ്യം തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത്തരത്തിൽ വിഴുപ്പുറത്തുണ്ടായിരിക്കുന്നത്. വിഴുപ്പുറത്തെ വിക്രവണ്ടിയിലെ ഒരു സ്വകാര്യ സ്കൂളിലാണ് 3.5 വയസ്സുകാരി അഴുക്കുചാലിൽ, അല്ലെങ്കിൽ ഒരു അഴുക്ക് കുഴിയിലേക്ക് വീണ് രാവിലെ മരിച്ചത്. രാവിലെ ഒരു 11 മണിയോടുകൂടി ഈ കുട്ടിക്ക് അതൊരു പ്ലേ ടൈം ആയിരുന്നു. അങ്ങനെ കുട്ടി കളിക്കാൻ വേണ്ടി പുറത്തിറങ്ങുകയായിരുന്നു. മറ്റു കൂട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലക്ഷ്മി സെൻ, ലിയ ലക്ഷ്മി സെൻ എന്നാണ് ഈ കുട്ടിയുടെ മുഴുവൻ പേര്. അപ്പോൾ കുട്ടി കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോവുകയായിരുന്നു. ശേഷം ഇത്തരത്തിൽ ഈ കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ ഈ ഫയർഫോഴ്സിനെ അടക്കം സ്കൂൾ അധികൃതർ വിളിച്ചു വരുത്തിയാണ് കുട്ടിയെ ഈ കുഴിയിൽ നിന്ന് പുറത്തെടുത്തത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ ഈ സമയമൊന്നും ഈ സ്കൂൾ അധികൃതർ ഈ രക്ഷിതാക്കളെ അറിയിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഈ വിവരം അറിയിക്കാതിരിക്കാനോ ശ്രമിച്ചു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത്. അങ്ങനെ കുട്ടിയെ പുറത്തെത്തിച്ചപ്പോൾ തന്നെ കുട്ടി മരിച്ചിരുന്നു എന്നും അറിയുന്നുണ്ട്. ശേഷം ഈ സ്കൂള് ഇന്ന് വൈകിട്ട് 3:30 വരെ പ്രവർത്തിച്ചു എന്നുള്ളൊരു ഗുരുതരമായ കാര്യം കൂടി നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. ഈ കുട്ടി KG സെക്ഷനിലാണ് പഠിക്കുന്നത്. അതിൽ നിന്നും ഒരു 10 അടി പോലും ദൂരെ ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു കുഴിയുള്ളത്. അവിടെ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല. കുട്ടികൾ എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വീഴാൻ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നൊക്കെ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ ഇപ്പോൾ സ്കൂളിന് പുറത്ത് പ്രതിഷേധിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഗോകുൽ. ശരി, ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തീപിടുത്തം. ടാറ്റ എലക്സി കമ്പനിയുടെ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഷഫീദ് റാവത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ. ഷഫീദ്, ഒരുപാട് പേർ തൊഴിലെടുക്കുന്ന വലിയൊരു കമ്പനിയാണിത്. എന്താണ് സംഭവിച്ചത്? തീപിടുത്തം നിയന്ത്രണ വിധേയമാണോ? ഗോകുൽ, തിരുവനന്തപുരത്തെ അതീവ സുരക്ഷാ രീതിയിൽ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് ടെക്നോ പാർക്ക്. ആ ടെക്നോ പാർക്കിലെ ടാറ്റ ഗാലക്സി കമ്പനിയുടെ കെട്ടിടത്തിലാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായത്. അല്പസമയം മുൻപ് പുക ഉയരുകയായിരുന്നു. ഇലക്ട്രിക്കൽ റൂമും അതേപോലെ തന്നെ സാധനങ്ങൾ അടുക്കി വെക്കുന്ന റൂമും, ഇത് രണ്ടും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പിൻഭാഗത്തെ വാതിലിൽ കൂടി പുക ഉയരുന്നത് കണ്ട് ജീവനക്കാർ പരിഭ്രാന്തരായി ഇറങ്ങി ഓടുകയായിരുന്നു. തുടർന്ന് ഈ ജീവനക്കാർ ഈ സ്ഥലത്ത് നിന്ന് ഇവരെ മാറ്റി ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റിൽ നിന്ന്
2 യൂണിറ്റുകൾ ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. തീ നിയന്ത്രണ വിധേയം ആയിട്ടില്ല. അതിനപ്പുറത്തേക്ക് പുകയും കാര്യമായി ഉയരുന്നു എന്നുള്ളതാണ് ഇതിലെ വെല്ലുവിളിയായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല ഷോർട്ട് സർക്യൂട്ട് എന്നുള്ളൊരു പ്രാഥമിക നിഗമനം, പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ റൂം പ്രവർത്തിക്കുന്നതിനാൽ ഷോർട്ട് സർക്യൂട്ട് എന്നൊരു പ്രാഥമിക നിഗമനം ഇപ്പോൾ ഫയർഫോഴ്സിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ കൂടുതൽ യൂണിറ്റിനെ കാൾ ഓൺ ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 2 യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇത് തൊട്ട് മുൻഭാഗത്ത്, അതായത് ടെക്നോ പാർക്കിന്റെ പ്രധാനപ്പെട്ട ഗേറ്റിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ മീറ്ററുകൾക്ക് മാത്രം അപ്പുറമാണ് ഈ ടാറ്റ ഗാലക്സി കമ്പനിയുടെ കെട്ടിടം പ്രവർത്തിക്കുന്നത്. നിരവധി ജീവനക്കാർ ഈ കെട്ടിടത്തിന് സമീപത്തെ കെട്ടിടങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. ആ കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള പരിശ്രമം തുടരുകയാണ്. ഗോകുൽ, സ്വാഭാവികമായി ഈ കെട്ടിടത്തിന് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്നതല്ലേ? അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊന്നും പ്രവർത്തിച്ചില്ലേ ഷഫീദ്? ഗോകുൽ, നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ടെക്നോ പാർക്കിന്റെ ആ ഭാഗം, ടെക്നോ പാർക്കിനകത്തെ കെട്ടിടങ്ങൾക്ക് വലിയ സുരക്ഷാ പ്രാധാന്യത്തിൽ അല്ലെങ്കിൽ സുരക്ഷാ പ്രാധാന്യത്തോട് ഉറപ്പാക്കുന്ന കെട്ടിടങ്ങളാണ്. മാത്രമല്ല കൃത്യമായ മെയിന്റനൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. കാരണം ആയിരക്കണക്കിന് ഐ ടി കമ്പനികൾ പ്രവർത്തിക്കുന്ന സ്ഥലം, നിരവധി ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലം എന്ന രീതിയിൽ അവിടുത്തെ കെട്ടിടങ്ങൾക്കൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇതുവരെയും അറിയില്ല. പക്ഷേ പുക ഉയരുകയായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീടാണ് അകത്തുള്ള തീയായിട്ട് മാറിയിട്ടുള്ളത്. ഇപ്പോഴും അകത്തേക്ക് കയറി തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സ് നടത്തുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഗോകുൽ, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിനോട് ചേർന്നാണ് ഈ ടാറ്റ ഗാലക്സിയുടെ കമ്പനി കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ചാക്ക ഫയർഫോഴ്സ് യൂണിറ്റ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് ഷഫീദ് റാവത്തർ നൽകുന്ന വിവരങ്ങൾ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ കേസിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. Nimisha Priya case, we are closely following the developments there. As we had told you earlier also, that the government is extending all possible help in the matter, and we'll see how things go forward from here. അച്യുതൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇനി ഏക പ്രതീക്ഷ ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായുള്ള ഒരു ചർച്ചയും അവരെന്തെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുമോ എന്നതാണ്. അതിനെന്താണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തുന്ന ഇടപെടൽ? ഗോകുൽ, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാകുന്നത്. അതിൽ പറയുന്ന 3 കാര്യങ്ങൾ എന്നുള്ളത്, ഒന്ന്, ഈ നിലവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും നൽകുന്നുണ്ട്, അത് തുടരും എന്നതും അറിയിക്കുന്നുണ്ട്. മൂന്നാമതായി പറയുന്നത്, ഇനി എന്താണ് നിലവിലെ സാഹചര്യത്തിൽ നിന്നുണ്ടാകുന്നത്, എന്തൊക്കെ സംഭവ വികാസങ്ങൾ ഇനി ഉണ്ടാകുമെന്നതെല്ലാം നോക്കിക്കാണാം എന്നുകൂടി പറയുന്നുണ്ട്. അതായത് രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്നതിൻ്റെ ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഇന്നലെ ഇറാൻ കൂടി ഇക്കാര്യത്തിലൊരു പിന്തുണ അറിയിക്കുകയുണ്ടായി. അതായത് ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന ഒരു തീരുമാനം ഇറാനും ഇന്നലെ അറിയിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ ഇതിലെന്തൊക്കെ തരത്തിലുള്ള ഇടപെടൽ അത് നയതന്ത്ര തലത്തിലേക്ക് കടക്കുമോ എന്നടക്കം ഇനി നോക്കിക്കാണേണ്ടതുണ്ട്. നിലവിലെ ഒരു പോംവഴി എന്നുള്ളത് ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബം മാപ്പ് നൽകുന്നതിലൂടെ ആയിരിക്കും ഒരു മോചനം സാധ്യമാവുക. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങളുണ്ടോ എന്നതുകൂടി പരിശോധിച്ച് വരികയാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഗോകുൽ, മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ ഇടപെടലുകൾ നടത്തും എന്ന സൂചനയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത്. അച്യുതനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. അനിൽ അംബാനിയുടെ റിലയൻസ് കൊമേഴ്ഷ്യൽ ഫിനാൻസ് ലിമിറ്റഡിൽ KFC നിക്ഷേപം നടത്തിയതിൽ നിയമ പോരാട്ടം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. KFCയിലെ പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾ വലിയ കമ്മീഷൻ വാങ്ങിയാണ് നിക്ഷേപം നടത്തിയത്. എനിക്ക് ആയുധം തന്നത് തോമസ് ഐസക്കും KN ബാലഗോപാലുമാണെന്നും VD സതീശൻ പറഞ്ഞു. ഇനി മറുപടി പറയട്ടെ, ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്ന് ഗവൺമെൻറ് പറയട്ടെ. അല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും കേരളത്തിന് ഈ 100 കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചതിന് അതിലെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും. ഇവരെ ആയുധമാക്കിയ ക്രെഡിറ്റ് ഏജൻസിയുടെ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പം എൻ്റെ ആയുധം. എനിക്ക് ആയുധം തന്ന ഐസക്കും ബാലഗോപാലും കൂടിയാണ് എനിക്കിപ്പോൾ ആയുധം തന്നിരിക്കുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പിൻബലത്തോടു കൂടി അവിടെ ചില പാർട്ടി ബന്ധുക്കളാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടി ബന്ധുക്കൾ, അടിവരയിട്ട് വെച്ചോ, പാർട്ടി ബന്ധുക്കൾ.
എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഇന്നലെ ഈ ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നാലെ തന്നെ തോമസ് ഐസക്കും കെ എൻ ബാലഗോപാലും ഒക്കെ പ്രതിരോധവുമായി ഇറങ്ങിയതാണ്. നിയമപോരാട്ടം നടത്തുന്നു, 52% പണമെങ്കിലും തിരികെ ലഭിക്കാനുള്ള ഇടപെടൽ നടത്തുന്നതൊക്കെ സർക്കാർ വാദിക്കുമ്പോൾ പോലും ഈ ഒരു തീരുമാനം, റിലയൻസിൽ നിക്ഷേപിക്കാനുള്ള ആ തീരുമാനമെടുത്തത് അതിന് പിന്നിൽ ചില രാഷ്ട്രീയ കളികൾ ഉണ്ടായി എന്നാണോ ഈ പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്? ഗോകുൽ, മറ്റൊരു നിയമ പോരാട്ടത്തിനുകൂടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വ്യക്തമാക്കിയത്. കാരണം KFCക്കുണ്ടായ നഷ്ടം അത് സംസ്ഥാന സർക്കാരിന്റെ പൊതു പണത്തിന്റെ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയണമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നത്. അതിൽ പാർട്ടി ബന്ധുക്കൾക്ക് കമ്മീഷൻ ലഭിക്കാൻ വേണ്ടി വലിയ സാമ്പത്തിക ഇടപാട് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. KFCയുടെ ആസ്ഥാനത്ത് ചില പാർട്ടി ബന്ധുക്കളുണ്ട്, അത് പാർട്ടി നേതാക്കളുടെ ബന്ധുക്കൾ തന്നെയാണ് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. ഏതായാലും ഈ പണം അനിൽ അംബാനിയുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുകയും പിന്നീട് ലഭിക്കാതിരിക്കുകയും ചെയ്ത ഈ പണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. ഏതായാലും 7 കോടി രൂപ മാത്രമാണ് ഇതുവരെ ലഭിച്ചത്. ഇനിയും പകുതി പണം ലഭിക്കുമെന്ന് മുൻ ധനകാര്യമന്ത്രി പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. നിലവിലെ ധനമന്ത്രിയും ഇക്കാര്യത്തിൽ പറയുന്നത് ചട്ടവിരുദ്ധമാണ്. അതായത് KFCയുടെ ഡയറക്ടർ ബോർഡ് ചേരുന്നതിന് മുൻപ് തന്നെ ഈ പണം അനിൽ അംബാനിയുടെ കമ്പനിയിൽ നിക്ഷേപിക്കുകയും പിന്നീട് അത് മറച്ചു വെക്കുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ വരും. ആർക്കൊക്കെ ഇതിന്റെ പങ്ക് പറ്റി എന്നുള്ള തെളിവുകൾ പുറത്തുവിടും. ഏതായാലും നിയമ പോരാട്ടത്തിന് വേണ്ടി തന്നെ തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ് VD സതീശൻ ഇന്ന് വ്യക്തമാക്കിയത്. ശരി, KFCയുടെ 101 കോടി നഷ്ടമുണ്ടാക്കിയ ആ നിക്ഷേപം, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ആരോപണം തന്നെ ഉന്നയിക്കുകയാണ്. അതിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് പറയുകയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വേദനാജനകമെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ഇത് ആത്മീയതയുടെ നാടാണ്. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പ്രതികരണം അജ്ഞത കാരണമെന്നും ജഗ്ദീപ് ധൻഖർ. Evokes baffling reaction beyond comprehension. Rather than understand the depth of these words, their deep meaning, people tend to be in reaction mode. At a drop of a hat, can ignorance be more in extremity? Can the enormity of their lapse be countenanced? നിതിൻ അംബുജനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, മുമ്പ് ഉദയനിധി സ്റ്റാലിൻ്റെ പ്രതികരണമായിരുന്നു ഈ സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് തലസ്ഥാനത്തേക്കും ദേശീയതലത്തിലും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ പിണറായി വിജയന്റെ ശിവഗിരിയിലെ പ്രസംഗം അത് വീണ്ടും ഒരിക്കൽ കൂടി ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണോ? തന്നെയാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ ഈ പ്രതികരണത്തിൽ ശ്രദ്ധേയമാവുന്നത്. കാരണം തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പ്രതികരണം ദേശീയ തലത്തിൽ വലിയ തരത്തിൽ തന്നെ ചർച്ചയായി തന്നെ ഉയർന്നു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ JNU സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സനാതനധർമ്മത്തെയും ഹിന്ദുവിനെയും വിമർശിക്കുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ടവരെന്ന് ജഗ്ദീപ് ധൻഖർ വിമർശിക്കുന്നു. വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും അറിയാത്തവരാണ് സനാതനധർമ്മത്തെയും ഹിന്ദു വിശ്വാസത്തെയും വിമർശിക്കുന്നത്. അപകടകരമായ പരിസ്ഥിതിയിൽ ജീവിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെട്ട മനസ്സുകളാണ് ഇത്തരക്കാരെന്നും ധൻഖർ ഇന്നിപ്പോൾ ഈ പരിപാടിക്കിടയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെയും പേരെടുത്ത് പറയാതെയാണ് ജഗ്ദീപ് ധൻഖറിന്റെ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ വിമർശനങ്ങൾ, വിവാദങ്ങളെല്ലാം തന്നെ ദേശീയ ഉപരാഷ്ട്രപതി കൂടി സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രതികരണമായി എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശിവഗിരിയിലെ പ്രസംഗം അത് ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി വരികയാണ്. ദേശീയ തലത്തിൽ കൂടി അത് ചർച്ചാ വിഷയമായി മാറുകയാണ്. എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിൽ അഭിഭാഷകന് മർദ്ദനം. അഡ്വക്കേറ്റ് കൃഷ്ണരാജേന്ദ്രനെ ഓട്ടോ ഡ്രൈവറാണ് മർദ്ദിച്ചത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, എന്താണ് പ്രകോപനം? ഗോകുൽ, ഇന്ന് രാവിലെ 10:30യോടെയാണ് സംഭവം. ജില്ലാ കോടതിയിൽ രാവിലെ വലിയ തിരക്കുള്ള സമയത്ത് ഈ ഓട്ടോ ഡ്രൈവർ ഓട്ടോയുമായി കോടതിക്കുള്ളിലേക്ക് കയറിയത് മറ്റു വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകർ പറയുന്നത്. ഇത് ചോദ്യം ചെയ്തതാണ് അഭിഭാഷകനെ മർദ്ദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കോടതി സമുച്ചയത്തിന്റെ ഉള്ളിൽ വെച്ചാണ് ഓട്ടോ ഡ്രൈവർ അഭിഭാഷകനായ കൃഷ്ണചന്ദ്രനെ മർദ്ദിച്ചത്. പിന്നീട് ആ ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഭിഭാഷകർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. കോടതിക്കുള്ളിൽ വെച്ച്, കോടതി കെട്ടിടത്തിന്റെ പരിസരത്ത് വെച്ച് ഒരു അഭിഭാഷകൻ മർദ്ദനമേറ്റ സംഭവത്തിൽ കോടതി രജിസ്ട്രാർക്കും പരാതി നൽകിയിട്ടുമുണ്ട്. ശരി, ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം.
കേരള കോൺഗ്രസ് എം LDF-ന് മുതൽക്കൂട്ടെന്ന് CPIM കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ട്. കോട്ടയത്ത് തോമസ് ചാഴികാടൻ്റേത് രാഷ്ട്രീയ തോൽവിയെന്നും സംസ്ഥാനത്തുടനീളമുണ്ടായ ട്രെൻഡെന്നും പരാമർശം. ടോബി ജോൺസൺ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ടോബി, എന്താണ് കോട്ടയത്തെ ചർച്ചകളിൽ കേരള കോൺഗ്രസിനെ പറ്റിയുള്ള അഭിപ്രായം? ഇന്ന് പാമ്പാടിയിൽ ആരംഭിച്ച കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. നേരെ തിരിച്ച്, അതായത് കഴിഞ്ഞ നമുക്കറിയാവുന്നതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം കേരള കോൺഗ്രസ് CPM-നെ അതിരൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴികാടൻ വിമർശിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചതാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി കേരള കോൺഗ്രസ് മുതൽക്കൂട്ടാണ് എന്നുള്ളൊരു പ്രവർത്തന റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി AV റസൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തോമസ് ചാഴിക്കാടിന്റെ തോൽവി ഒരു രാഷ്ട്രീയ തോൽവിയാണ്. സംസ്ഥാനത്തുടനീളമുണ്ടായ ട്രെൻഡിനൊപ്പം ആണ് ഈ ഒരു തോൽവി ഉണ്ടായത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ, CPM-ന്റെ റിപ്പോർട്ടിൽ ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് കേരള കോൺഗ്രസിന്റെ പങ്ക് അത് വലിയ നിർണായകമായിട്ടുള്ള ഒരു പങ്കാണെന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നാളെ നടക്കും. അപ്പോൾ കൂടുതൽ വിമർശനങ്ങളടക്കം പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അണികളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പ്രതിനിധികളിൽ നിന്നുമെല്ലാം വിമർശനങ്ങൾ കേരള കോൺഗ്രസുമായുള്ള ബന്ധത്തിൽ താഴെത്തട്ടിൽ ഉണ്ടാകുമെന്നാണ് ചില സൂചനകൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും പാലയടക്കമുള്ള നഗരസഭകളിൽ ഉണ്ടായ വാക്കുതർക്കമടക്കം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. CPM കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ കേരള കോൺഗ്രസ് മുതൽക്കൂട്ട് എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ IPS ഉദ്യോഗസ്ഥർക്ക് വീണ്ടും മാറ്റം. ചൈത്ര തെരേസ ജോണിനെ ടെക്നിക്കൽ ഇന്റലിജൻസ് SP ആയി നിയമിച്ചു. കോസ്റ്റൽ പോലീസ് AIG ആയി പദം സിംഗിനെയും കിഷോർ കുമാർ ജെയെ പോളിസി AIG ആയും നിയമിച്ചു. ഷഫീദ റാവുത്തറുണ്ട്. ഷഫീദ, വിവരങ്ങൾ. 31-ാം തീയതി വൈകിട്ടായിരുന്നു ഈ IPS തലപ്പത്ത് വലിയ മാറ്റം അത് തീരുമാനിച്ച സർക്കാർ ഉത്തരവിറക്കിയത്. അന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ചൈത്ര തെരേസ ജോണിനെ കോസ്റ്റൽ AIG ആയി മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മാറ്റം ആ തീരുമാനം മാറ്റി പകരം ചൈത്ര തെരേസ ജോണിനെ ടെക്നിക്കൽ ഇന്റലിജൻസ് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ടെക്നിക്കൽ ഇന്റലിജൻസ് SP ആയി നിയമിച്ചിട്ടുണ്ട്. പദം സിംഗ് ആയിരിക്കും കോസ്റ്റൽ പോലീസ് AIG. പോലീസിന്റെ പോളിസി AIG ആയി കിഷോർ കുമാർ ജെയെയും നിയമിച്ചിട്ടുണ്ട്. ഗോകുൽ. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇതോടെ ഇതുവരെ പൂർണ്ണമാകുന്നു.